ബീഹാറിലെ ഗുരുദ്വാരയിൽ ചപ്പാത്തി പരത്തി നരേന്ദ്രമോദിയുടെ ഷോ. ഹാജിപൂർ, മുസാഫർപൂർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിലും മോദി പങ്കെടുക്കും. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി, പ്രധാനമന്ത്രി ബീഹാറിലെത്തി ചപ്പാത്തി പരത്തുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ BJPയുടെ ആകെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചപ്പാത്തി മാവ് പോലെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും കരകയറാനാണോ ഈ ഷോയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മനു സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റുമുട്ടലിനും തയ്യാറല്ല. അതായത് നാലാം ഘട്ട വോട്ടെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രചാരണം വലിയ തോതിൽ കൊഴുപ്പിക്കുന്നുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള തിരിച്ചടികൾ BJPക്ക് ഓരോ ഘട്ടത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ന് ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഷോകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. ഇന്ന് പാറ്റ്നയിലെ സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ഭക്തർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഭക്ഷണം വിളമ്പുകയും ഇങ്ങനെ ചപ്പാത്തി പരത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നത്. ഇതിൽ അദ്ദേഹം സിഖ് ജനതയ്ക്ക് ഭക്ഷണം വിളമ്പുന്നതാണ് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വിശ്വാസികളുടെ ഒക്കെ വോട്ട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ തന്ത്രവും പയറ്റാനില്ലാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് 2 തെരഞ്ഞെടുപ്പ് റാലികളിലടക്കം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അമേഠിയിൽ വലിയ പേടി ഭയന്നുകൊണ്ട് ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഷോകളൊക്കെ ഇനി മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അത് പ്രതിഫലിക്കുമോ എന്ന് കൂടി കാണേണ്ടതായിട്ടുണ്ട്. കാരണം കെജ്രിവാളിന്റെ ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പേടിച്ചു ഭയന്നിരിക്കുന്ന BJP കേന്ദ്രങ്ങളാണ്. അപ്പോൾ BJP ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റാൻ തന്നെയാണ് മുന്നോട്ടും സാധ്യത.